മണിപ്പൂരിന്റെ വികസനം ലക്ഷ്യമിട്ട് ഒരാൾ എത്തുന്നുണ്ട്. മറ്റാരുമല്ല, ഇന്ത്യയുടെ പരമോന്നത സ്ഥാനത്തിരിക്കുന്ന പ്രധാനമന്ത്രി തന്നെ. ഇത്രകാലം കലാപങ്ങൾ നടന്നപ്പോഴൊന്നും തിരിഞ്ഞു നോക്കാത്ത വ്യക്തിയാണ് വികസനം ലക്ഷ്യമിട്ട് മണിപ്പൂരിലേക്ക് പറന്നിറങ്ങാൻ പോകുന്നത്. മണിപ്പൂർ കലാപം ആരംഭിച്ചിട്ട് ഏതാണ്ട് 2 വർഷം പിന്നിടുന്നു. 2023-ൽ കുക്കിയും മെയ്തേയും തമ്മിൽ ആരംഭിച്ച വംശീയ സംഘർഷത്തിൽ അന്ന് 250-ലധികം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥ സംജാതമായിരുന്നു. മാത്രമല്ല, 1000-ലധികം പേർ വീട് ഉപേക്ഷിച്ച് പലയിടങ്ങളിലേക്കായി പലായനം ചെയ്തു. ഒരു സംസ്ഥാനം മുഴുവൻ അഗ്നിക്കിരയായപ്പോഴും പ്രധാനമന്ത്രി കമ എന്നൊരക്ഷരം ഉരിയാടിയിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ട ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടം സന്ദർശിക്കാൻ എത്തുന്നത്. ഉച്ചയ്ക്ക് 12:30-യോടെ വ്യോമമാർഗം മിസോറാമിൽ നിന്ന് ചുരാന്ദ്പൂരിൽ എത്തിച്ചേരുമെന്നും കുക്കി മെയ്തേയ് വിഭാഗങ്ങളെ കണ്ട് 4 മണിക്കൂർ അദ്ദേഹം മണിപ്പൂരിൽ ചിലവിടുമെന്നുമാണ് പുറത്തുവരുന്ന വിവരം. 8500 കോടി രൂപയുടെ വമ്പൻ പദ്ധതികൾ ഉൾപ്പെടെ മോദി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഇത്രയേറെ സംഘർഷങ്ങൾ നടന്ന മണിപ്പൂരിന്റെ മണ്ണിലേക്ക് പ്രധാനമന്ത്രി തിരിഞ്ഞു നോക്കാത്തതിൽ അന്ന് പ്രതിഷേധം ശക്തമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇത് പ്രകടവുമായിരുന്നു. ഇത് പാർലമെന്റിൽ ഉൾപ്പെടെ പ്രതിപക്ഷം എടുത്തു പയറ്റുകയും ചെയ്തു. പ്രധാനമായും ഉയർന്ന ചോദ്യം, പ്രധാനമന്ത്രി എന്തുകൊണ്ട് മണിപ്പൂരിലെത്തി ഇരു വിഭാഗവുമായി ചർച്ച നടത്തുന്നില്ല എന്നത് തന്നെയായിരുന്നു. പ്രതിപക്ഷത്തു നിന്നുൾപ്പെടെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവും ഉടലെടുത്തു. ഇന്നത്തെ പര്യടനത്തിൽ കുക്കി മേധാവിത്വ മേഖലയായ ചുരാസ്പൂരിലേക്കാണ് ആദ്യം മോദി എത്തുക. ഇവിടെ 7200 കോടി രൂപയുടെ പദ്ധതികൾ മോദി ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം ചില കുക്കി നേതാക്കളെയും മോദി കാണുന്നുണ്ട്. പിന്നീട് ഇൻഫാലിൽ നടക്കുന്ന ചടങ്ങിൽ 1200 കോടി രൂപയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുമെന്നും വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. മണിപ്പൂരിൽ 57,000 പേരാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. ഇവർക്ക് തിരികെ വീടണയാനുള്ള വഴികൾ മോദി ഒരുക്കുമോ എന്നതാണ് ജനങ്ങൾ പ്രധാനമായും ഉറ്റുനോക്കുന്നത്. നിലവിൽ രാഷ്ട്രപതി ഭരണം നടക്കുന്ന മേഖലയിൽ ഒരു സർക്കാർ സംവിധാനം സാധ്യമാകുമോ എന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് ഇന്നലെ പ്രദേശത്ത് സംഘർഷമുണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഒരുക്കങ്ങളുടെ ഭാഗമായി കെട്ടിയ തോരണം നശിപ്പിക്കാൻ ചിലർ ശ്രമിച്ചതോടെ പോലീസും അക്രമികളും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. ഇന്നും തീവ്രവാദി സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് ബന്ദ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിരോധിത സംഘടനകൾ അടക്കം 6 സംഘടനയുടെ കൂട്ടായ്മയായ ദ കോർഡിനേഷൻ കമ്മിറ്റിയാണ് മോദി സംസ്ഥാനം വിടും വരെ ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എന്തായാലും 28 മാസങ്ങൾക്ക് ശേഷം സംഘർഷ മേഖലകളിലേക്ക് മോദി കടക്കുമ്പോൾ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പോക്ക് തന്നെയാണ് ഇതെന്നത് വ്യക്തമാണ്. അല്ലെങ്കിൽ രാജ്യത്തിന്റെ പ്രഥമ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ജനങ്ങൾ തമ്മിലടിച്ചുകൊണ്ട് മരണത്തെ പുൽകുമ്പോൾ ഇത്ര കാലവും മൗനം തുടരുകയില്ലായിരുന്നു.